ഇന്നേ എനിക്കും ബാലുവിനും ഗാർഡനിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. പിന്നെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചതിന് ശേഷം എനിക്കും ബാലുവിനും കൂടിയുള്ള ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടാണ്. മൂവാണ്ടൻ മാങ്ങയൊക്കെ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോഴേ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തിട്ടില്ല, എന്നാൽ അതിലെ പുളിരസമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 2 മാങ്ങ എടുത്ത് അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2ആക്കി എടുത്തിട്ടുണ്ട്, അല്പം പുതിനയിലയും അതുപോലെ തന്നെ 4 ചെറിയ വയലറ്റ് കളർ കാന്താരി മുളകും. ഈ 4 കൂട്ടവും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വളരെ അല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ശേഷം ആവശ്യത്തിനുള്ള അത്രയും നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പൾപ്പ് പോലെ അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിക്കേണ്ടതില്ല കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞത്. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏതിലാണോ സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും ബാലു 2 ഗ്ലാസ് കഴുകിയെടുത്തു. കാരണം ദാഹിച്ച് വലഞ്ഞിട്ട് നിൽക്കണത്. പതിവ് ഞങ്ങളുടെ ചായ കുടിക്കാന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉഷ്ണക്കാലം അതിന് ശേഷം ജ്യൂസാണ് പതിവ്. പല പല സാധനങ്ങൾ ജ്യൂസ് അടിച്ചു കുടിക്കും. അങ്ങനെ 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുത്തു. ഗ്ലാസ്സൊക്കെ നേരെ കഴുകി ഇങ്ങോട്ട് എടുത്തു കേട്ടോ. കാരണം വീഡിയോ ആദ്യം എടുക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലൊന്നും ആക്കി എടുത്തിട്ടില്ല. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണാം, ക്ഷമിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു സുന്ദരക്കുട്ടപ്പിനും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അറിയാലോ, കസ്കസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യൂസ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇതിടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. ചിലർക്കൊന്നും ഇത് വയറിനെ പിടിക്കാറില്ല, കാരണം വയറുവേദനയ്ക്ക് എടുക്കുമെന്ന് പറയും. എനിക്കും അത്ര ഇഷ്ടമല്ല. എന്നിരുന്നാലും 2 ഗ്ലാസ്സിലും അല്പം ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനും ബാലും കുടിച്ചു. അടിപൊളിയായിരുന്നു. ബാലു ഇടയ്ക്കിടയ്ക്ക് തമാശയിൽ ഇങ്ങനെ പറയും, ഒരു ജ്യൂസ് കടയോ തട്ടുകടയോ തുടങ്ങിയാലോ എന്ന്. എനിക്കും അങ്ങനെ ഒരു ആലോചന ഇല്ലാണ്ടില്ല.